الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെ പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ, ഈമാനോടും തഖ്വയോടും കൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇബാദുർ റഹ്മാനാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർഡറിൽ നിന്ന് ഇബാദുർ റഹ്മാനിൽ തന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയം, അതിനെ മുന്നോട്ടെടുത്തിട്ട് ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ, അത് പ്രത്യേക സാഹചര്യത്തിലും സന്ദർഭത്തിലും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 32-ാമത്തെ ആയത്ത്, ഈ ആയത്ത് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം. ചില ടെലിവിഷൻ ചാനലുകൾ ഈ ആയത്ത് എടുത്ത് ഉദ്ധരിച്ച് അവതാരകർ പറയുന്നതൊക്കെ കേട്ടു. എന്താണ് ആയത്തിൽ പറയുന്ന കാര്യം? മിൻ അജ്ലി ദാലിക്, എക്കാരണത്താൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു ചരിത്രം. അതെന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ആദ്യമായിട്ട് നടന്ന കൊലപാതകം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കളിൽ ഒരാൾ മറ്റൊരാളെ കൊന്നു. ഭൂമിയിൽ ആദ്യം ഉണ്ടായ കൊലപാതകം. ഒരാൾ മറ്റേയാളെ കൊന്നു. എന്തിനാണ് കൊന്നത്? 2 പേരും അള്ളാഹുവിന് ഒരു ബലി കൊടുത്തു, ഒരു നേർച്ച, ഒരു ബലി. നേർച്ച സമർപ്പിച്ചു. ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റേയാളിൽ നിന്ന് സ്വീകരിച്ചില്ല. വത്ലു അലൈഹിം നബഅ ബനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. 2 പേരും അള്ളാഹുവിന് ഒരു നേർച്ച കൊടുത്തു, ഒരു ബലി. പക്ഷെ ഒരാളിൽ നിന്ന് സ്വീകരിച്ചു, മറ്റൊരാളിൽ നിന്ന് സ്വീകരിച്ചില്ല. എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടതെന്നൊക്കെ തഫ്സീറുകളൊക്കെ പറയുന്നുണ്ട്. ആകാശത്തു നിന്നൊരു തീ ഇറങ്ങി വന്നിട്ട് അവർ സമർപ്പിച്ച ബലി കരിച്ചു കളയാം. ഒരാൾ നല്ലൊരു പശുക്കുട്ടിയെ കൊണ്ടുപോയി കൊടുത്തു, മറ്റേയാൾ ഒരു പിടി പുല്ല് പറിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നാണ്. അങ്ങനെയൊക്കെയാണ് കാണുക. ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയിട്ട് ആ പശുക്കുട്ടിയെ കരിച്ച്
തീരെ സ്പർശിച്ചില്ല. അപ്പം ഇതയാളുടെ സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളുടെ സ്വീകരിക്കപ്പെട്ടില്ല. ഇങ്ങനെയൊക്കെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബലി സ്വീകരിക്കപ്പെടാത്ത ആള്, അയാൾക്ക് കോപമുണ്ടായി. അയാൾ പറഞ്ഞു, ഖാല ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലും. സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 പെൺമക്കളിൽ ഒന്നിനെ 2 പേര് കല്യാണം കഴിക്കാൻ, അന്ന് വേറെ മനുഷ്യരില്ലല്ലോ. അപ്പോൾ ഒന്നിനെ ഓപ്പോസിറ്റ് ഉള്ളതിന്, അഥവാ ഒന്നിന് ശേഷം ഒന്നുള്ളതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി, അപ്പോൾ അത് സുന്ദരിയായിരുന്നു, ഇത് സുന്ദരിയല്ല, അതുകൊണ്ട് അതിനെ അങ്ങനെയൊക്കെ അത് ഖുർആനിൽ എവിടെയും പറഞ്ഞൊരു കഥയല്ല. അത് ഖുർആനിൽ പറഞ്ഞത് 2 പേര് ഒരു ബലി അള്ളാഹുവിന് കൊടുത്തു. ബലി കൊടുത്തിട്ടപ്പോൾ ഒരാളുടെ ബലി സ്വീകരിക്കപ്പെട്ടു, വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളത് സ്വീകരിച്ചില്ല. ഫഖാല ലഅഖ്തുലന്നക, അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും. അയാൾക്ക് കോപം വന്നു, കോപാന്തനായി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നീ എന്നെ കൊന്നിട്ട് എന്ത് കാര്യം, എന്തിനു കൊല്ലണം? എൻ്റെ ബലി അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അള്ളാഹു താല എന്ത് കർമ്മങ്ങളും സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. തഖ്വയും സൂക്ഷ്മതയും ആത്മാർത്ഥതയും ഉള്ളവരിൽ നിന്നേ അള്ളാഹു താല അത് സ്വീകരിക്കൂ, എന്തും സ്വീകരിക്കൂ. അതുകൊണ്ട് ഇപ്പൊ നീ എൻ്റെ ബലി അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അതുകൊണ്ടായിരിക്കാം. നിൻ്റെത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഭക്തിയില്ല, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നീ എന്നെ കൊന്നിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ നീ എന്നെ അങ്ങ് കൊല്ലുകയാണെങ്കിൽ നീ അങ്ങ് കൊല്ലില്ലയും ബസത്ത ഇലയ്യ യദക്കലി തഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി നീ എൻ്റെ നേരെ കൈനീട്ടിയാൽ മാന ബിബാസിത്തി യദിയയിലേക്ക്, നിന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ നേരെ ഞാൻ കൈനീട്ടൂല. നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ കൊല്ലൂല. എനിക്ക് തന്നെ പിടിച്ച് ഒതുക്കാനോ കഴിയാൻ എൻ്റെ കൈ വാഴം കഴിയായതുകൊണ്ടൊന്നും അല്ല. പക്ഷേ ഞാൻ അത് ചെയ്യില്ല. എന്താണെന്നറിയോ? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ഒരു ജീവൻ ഹനിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, നീ കൊന്നോ എന്ന് സഹോദരൻ മറ്റവനോട് പറഞ്ഞു എന്നാണ്. പക്ഷെ അതൊന്നും അയാളുടെ മനസ്സിനേശിയില്ല. അയാൾ എന്ത് ചെയ്തു? സഹോദരനെ കൊന്നു. എന്നിട്ട് പിന്നെ ഖുർആന ജഡം മറവ് ചെയ്യുന്ന, മയ്യത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. എങ്ങനെയാണ് ഭൂമിയിൽ ആദ്യം നടന്ന ഒരു കൊല, മയ്യത്ത് സംസ്കരണം എന്ന് പറഞ്ഞ സംഗതിയൊക്കെ എങ്ങനെ നടക്കുക, എങ്ങനെ മറവ് ചെയ്യുമ്പോൾ ഇതൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാക്കയെ അയച്ചിട്ട് മറ്റൊരു കാക്കയുടെ ജഡം കൊത്തിക്കൊണ്ടുവന്ന് മണ്ണിൽ വെച്ച് അതിങ്ങനെ അതിൻ്റെ കാലുകൊണ്ട് കൊക്കുകൊണ്ട് അതിനോട് ഒരു കുഴിയുണ്ടാക്കി ഇതിലേക്ക് ഈ കാക്കയെ അതിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് മൂടുന്ന ഒരു ദൃശ്യം ഇയാളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ ഇയാൾ തൻ്റെ സഹോദരൻ്റെ ജഡം മറവ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ ഇങ്ങനെ ഖുർആനൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതാണ് മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ. അതുകൊണ്ട്, അതായത് ഭൂമിയിൽ ഒരു മനുഷ്യൻ അന്യായമായി മറ്റൊരു മനുഷ്യനെ കൊന്നു, ഒരു ജീവനെ ഹനിച്ചു. ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ഇക്കാരണത്താൽ, അഥവാ ഈ ഒരു സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കതബ്നാ അലാ ബനി ഇസ്രായീൽ, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് വേദം നൽകപ്പെട്ട ഇസ്രായേലിയരോടും അവരിലേക്ക് വന്ന പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വഹയിലും നാം പറഞ്ഞിരുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, അന്യായമായി ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കൊന്നാൽ, അന്യായമായി കൊന്നാന്ന് പറഞ്ഞാൽ ന്യായമായ കൊല എന്നുണ്ട്. ന്യായമായ കൊല എന്ന് പറഞ്ഞാൽ ഒന്ന് ശിക്ഷയുടെ ഭാഗമായിട്ട്, പ്രതിക്രിയയുടെ ഭാഗമായിട്ട്. നമ്മളറിയും കൊലക്കുറ്റത്തിന് അത് അവന് വധശിക്ഷയല്ലാത്ത മറ്റൊന്നും അർഹിക്കുന്നില്ല, അല്ലേ? വധശിക്ഷയല്ലാതെ മറ്റൊന്നും ന്യായമായി വധശിക്ഷ അർഹിക്കുന്ന ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലാത്ത, ജീവിച്ചാൽ മറ്റു മനുഷ്യർക്കൊന്നും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാഠവും മാതൃകയായി മാറേണ്ടുന്ന ഒരു രൂപത്തിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം, ന്യായമായ വധശിക്ഷ. അത് പറയും. അങ്ങനെ ഒരു കേസുണ്ടോ? അവിടെ മാത്രമേ നിങ്ങൾക്കൊരു മനുഷ്യനെ വധിക്കാൻ അവകാശമുള്ളൂ. അല്ലെങ്കിലോ ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു വലിയ കുഴപ്പമുണ്ടാക്കുക, മൊത്തം ഭൂമിയെയും സമൂഹത്തെയും നശിപ്പിച്ച് നാശമുണ്ടാക്കി വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അതൊരു പക്ഷേ സത്യത്തിൻ്റെ സംഘത്തിന് നേരെയുള്ള പോരാട്ടമായിരിക്കാം, യുദ്ധമായിരിക്കാം, കലാപമായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെ മനുഷ്യജീവിതം ഭൂമിയിൽ ദുസ്സഹമാക്കി തീർക്കുന്ന ഒരവസ്ഥയിൽ ഒരാളെ പിടികൂടിയിട്ട് അയാളെ ന്യായമായി അയാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് മനുഷ്യർക്ക് ജീവിതം അസാധ്യമായി തീരും എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഫസാദ്, ഭൂമിയിൽ സർവത്ര കുഴപ്പം. അപ്പോൾ ആ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യലും
ബാക്കിയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോകാൻ അനിവാര്യം. ഇത് ആരാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊക്കെ നിയമവും വ്യവസ്ഥയുണ്ട്. ഓരോരുത്തർക്കും പോയിട്ട് ഇവൻ ഫസാദ് ഉണ്ടാക്കുന്നവൻ ഓനെ ശരിയാക്കിക്കള എന്ന് പറയാൻ അവകാശമല്ല. അല്ലെങ്കിൽ പ്രതിക്രിയ പോലും, വധശിക്ഷ പോലും, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ പോലും വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഒന്നും ചെയ്യാൻ അവകാശമല്ല. അതിനൊക്കെ വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട്. അതാണ് കോടതി, അതാണ് ഖാദി, അതാണ് ഹാക്കിം, അതാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ. നമുക്കതൊക്കെ അറിയാം. അപ്പം ഇങ്ങനെ ഈ രൂപത്തിലല്ലാതെ അന്യായമായിട്ട്, ന്യായമായ കൊലക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയതിനോ അല്ലാത്ത രൂപത്തിൽ അന്യായമായി അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരാൾ അന്യായമായി മറ്റൊരാളെ കൊന്നാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒരാൾ അന്യായമായിട്ട് കൊന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെയോ വമൻ അഹ്യാഹ എന്ന ഒരു മനുഷ്യന് ജീവിതം കൊടുത്തു, ഒരാളെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു, രക്ഷിച്ചു, മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചു, അല്ലെങ്കിൽ മാരക രോഗത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. വമൻ അഹ്യാഹ, അതൊക്കെ അതിന്റെ അർത്ഥമാണ്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. എന്നാൽ ഒരാൾക്ക് ജീവിതം കൊടുത്താലോ, ജീവിതത്തിലേക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവന്നാലോ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ്. നിങ്ങൾ ഇതുപോലൊരു പ്രസ്താവന എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു പ്രഖ്യാപനം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്യായമായി ഒരു മനുഷ്യൻ, ഒരാൾ വധിക്കപ്പെട്ടാൽ, ഒരാളെ കൊന്നാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്നും, ന്യായമായി ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ, ജീവിതം കൊടുത്താൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിതം കൊടുത്തതുപോലെയാണെന്നും. എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ്, എത്ര മഹത്തായ കാഴ്ചപ്പാടാണ്. മനുഷ്യത്വത്തെ ആദരിക്കുകയും മാനവികതയെ ആദരിക്കുകയും മനുഷ്യനെ ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ആദർശമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇങ്ങനെ വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞു. മനുഷ്യര്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹു ബഹുമാനിച്ച സൃഷ്ടാവ് മനുഷ്യരെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും? പലതരക്കാരായ ആളുകളുണ്ടാവും, പല വിശ്വാസക്കാരുണ്ടാവും. മുസ്ലിങ്ങൾ മാത്രമാണ് അള്ളാഹു താല ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ അല്ല, മനുഷ്യരെ ബഹുമാനിച്ചു എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റു പലരും വിശ്വാസവും ആദർശക്കാരൊക്കെ ഉണ്ടാവും. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കില്ലേ? ഇവിടെ മനുഷ്യരാണല്ലോ ഈ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. മറ്റു ജന്തു ജീവജാലങ്ങൾക്കിടയിലൊന്നും ഈ ആദർശം, വിശ്വാസം, എന്താ പറയാ, ഇതൊന്നും ഇല്ലല്ലോ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സൃഷ്ടിച്ച് അവന് തള്ളാനും കൊള്ളാനുള്ള സ്വാതന്ത്ര്യം നൽകി, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, വിശ്വാസിയാവാനും നിഷേധിയാവാനൊക്കെ അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട്, വിശ്വാസിയായാൽ നിനക്ക് ഇതാണ് ഗുണം, നിഷേധിയായാൽ നിനക്ക് ഇതാണ് ഫലം എന്നവന് മുന്നറിയിപ്പ് നൽകി, അവന്റെ മുമ്പിൽ വളരെ കൃത്യമായ സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും നേർവഴിയെക്കുറിച്ചുമുള്ള കൃത്യമായ ചിത്രം അവന്റെ മുമ്പിൽ നൽകി. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂർ. അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചിട്ട് ഖുർആനിൽ പറയില്ലേ, നമ്മളെ സൂറത്ത് ദഹ്ർ എങ്ങനെ ആരംഭിക്കുന്നത്? എങ്ങനെ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യൻ അവൻ ആരായിരുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനാരാ, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനാരാ എന്നറിയാത്ത, പറയാൻ പറ്റാത്ത, നിർവചിക്കാൻ കഴിയാത്തൊരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടോ ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, വളരെ നിസാരമായ ഒരു ബീജത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. അല്ലാഹു തആല പറയാം നബ്തലീഹി എന്തിനാണെന്നറിയോ? അവന്റെ ജീവിതം ഒരു പരീക്ഷണമായിട്ട് കൊടുത്തിരിക്കുക, മനുഷ്യന് മാത്രം പരീക്ഷിക്കാൻ വേണ്ടി. ഫജഅൽനാഹു സമീഅൻ ബസീറ, എന്നിട്ട് അവന് കണ്ണും കാതും ഒക്കെ കൊടുത്തു. കണ്ണും കാതും കൊടുത്തു, കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് തലച്ചോറിലെത്തി അത് തിരിച്ചറിവുണ്ടാക്കാനുള്ള ബുദ്ധി കൊടുത്തു, അഖ്ൽ കൊടുത്തു. എന്നിട്ട് ഇന്ന ഹദൈനാഹു സബീൽ, അവന്റെ മുമ്പിൽ കൃത്യമായ ഒരു സബീൽ, ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിക്ക് പോയാൽ നീ രക്ഷപ്പെടും, അവിടെ അതിലൂടെ പോയാൽ നീ നിന്റെ ലക്ഷ്യത്തിലെത്തും. മനുഷ്യന്റെ ലക്ഷ്യം എന്താണെന്നറിയാം? അന്തിമമായിട്ട് ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ ഇറങ്ങിപ്പോന്ന തറവാട്ടിലേക്ക് അവന് തിരിച്ചു പോകണം. അതാ മനുഷ്യന്റെ ലക്ഷ്യം. എവിടുന്ന തറവാട്ട്? ഏത് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയവനെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോന്നവരാ. നമ്മുടെ തറവാട് സ്വർഗ. നമുക്ക് ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം. ആ തിരിച്ചു പോകാനുള്ള വഴി ഏതാണെന്നറിയോ? അത് ഈ വഴിയാണ്. ആ വഴിക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ നന്ദിയുള്ളവരാവും. ഇന്ന ഹദൈനാഹു സബീല
ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് ആ വഴിക്ക് പടച്ച റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസനായിട്ട് ആ വഴി സഞ്ചരിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചെത്തി. ഇമ്മ കഫൂറ, അല്ലെങ്കിൽ നിങ്ങൾ നന്ദി കെട്ടവനായിട്ട് മറ്റേ ഭാഗത്ത് നിങ്ങൾ നരകത്തിലേക്ക് എത്തും. ഇത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു തആലക്ക് വേണമെങ്കിൽ മനുഷ്യരെയും ജന്തുക്കളെ പോലെ ആക്കായിരുന്നല്ലോ. അവിടെ ചോയ്സ് എന്നൊരു സംഗതി, ഓപ്ഷൻ എന്നൊരു സംഗതിയൊന്നും മനുഷ്യർക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനോ വിശേഷ ബുദ്ധിയോ ചിന്താശക്തിയോ തള്ളാനോ കൊള്ളാനോ ഉള്ള കഴിവോ ഇതുപോലെ ഇതൊന്നും മനുഷ്യന് മാത്രമാണ്. ഇത് അള്ളാഹു തആല കൊടുത്തു. അപ്പൊ ഇങ്ങനെ മനുഷ്യരൊക്കെ ഉണ്ടാവും. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ വിചാരിച്ചിരിക്കുക, വലൗ ഷാ അല്ലാഹു ലജഅലൻ നാസ ഉമ്മത്തൻ വാഹിദ. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ഒറ്റ സമുദായം, ഒറ്റ സമൂഹം, ഒറ്റ ആദർശം, ഒറ്റ വിശ്വാസം, ഒറ്റ വഴി, അങ്ങനെ അള്ളാഹ് ആക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു തആല അത് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ വ്യത്യാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. വലിദാലിക ഖലഖഹു എന്നും കൂടെ പറഞ്ഞു. വലാ യസാലൂന യഖ്തലിഫൂന, അവരിങ്ങനെ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, പല വഴിക്കൊക്കെ പോകും. വലിദാലിക ഖലഖഹു, അങ്ങനെയാണ് അവരെ പഠിച്ചതെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ പടച്ചു, പല വഴി മാർഗമൊക്കെ കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ മാരത്തോൺ ഓട്ടം പോലെ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും കൂടി ഓടി തുടങ്ങും. ജീവിതയാത്ര ആരംഭിക്കും, ലക്ഷ്യത്തിലെത്തുന്നത് 10 പേരായിരിക്കും. തുടങ്ങുമ്പോൾ 10,000 പേര്, ലക്ഷ്യത്തിലെത്തിയത് 10 പേര്. പലരും പല വഴിക്ക് ഇറങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെയാണ് ജീവിതം. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസവും ആദർശവും ഒരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന് അവന് തോന്നിയ വിശ്വാസം, ബഹുദൈവ വിശ്വാസികൾ ഉണ്ടാകും. 130 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരുണ്ട്. അവനും ജീവിക്കാം. അവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. നമ്മൾ ഇനി പിന്നെ പറയാം, ഹജ്ജിന്റെ സമയത്തൊക്കെ നമുക്ക് പറയേണ്ടതാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥന, പടച്ചവനെ ഇവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് നീ ആഹാര വിഭവങ്ങൾ നൽകണേ. അള്ളാഹു തആല പറഞ്ഞു, വിശ്വസിച്ചവർക്ക് മാത്രമല്ല, ഖാല വമൻ കഫർ, നിഷേധിച്ചവർക്കും കൊടുക്കും. ഈ ദുനിയാവ് അതാണെന്ന്. ദുനിയാവ് വിശ്വാസികളെ മാത്രം നോക്കി നടത്തുന്ന പണിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമിയിൽ നിഷേധികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരുപോലെ സൗകര്യം ചെയ്തു കൊടുക്കും. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതെന്നല്ലേ, ബലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികൾ മനുഷ്യരെയാണ് അല്ലാഹു തആല ബഹുമാനിച്ചത്. അപ്പൊ ആ മഹത്വം മനുഷ്യനുണ്ട്. ആ മഹത്വം ഈ പറഞ്ഞ വിശ്വാസ വൈവിധ്യങ്ങളാലോ അല്ലെങ്കിൽ ഈ വൈജാത്യങ്ങളാലോ അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടാണ്, വ്യത്യസ്ത മതക്കാരാണ്, വ്യത്യസ്ത ആദർശക്കാരാണ്, അല്ലെങ്കിൽ പടച്ചവനെ തന്നെ തള്ളിപ്പറയുന്നവനാണ് എന്നതുകൊണ്ടൊന്നും മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനം ഇല്ലാതായി പോകുന്നില്ല. നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ഈ പറയും. അപ്പൊ മനുഷ്യനാണ് ബഹുമാനം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച ഒരു മനുഷ്യനെ അന്യായമായി മറ്റൊരാൾ കൊന്നാൽ, ഒരാളുടെ ജീവിതം അവസാനിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ കൈവച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദിമാഉക്കും ഹറാമുൻ അലൈക്കും, രക്തം പവിത്രമാണ്. ഒരു തുള്ളി രക്തം അന്യായമായി മറ്റൊരുത്തൻ്റെ ഈ ഭൂമിയിൽ വീഴരുത്. കഹുർമത്തി യൗമിക്കും ഹാദാ, ഹജ്ജത്തുൽ വദാഇലെ അറഫ മൈതാനിൽ നിന്നിട്ടാ പറഞ്ഞത്, ഈ ദിവസം പോലെ, മാസം പോലെ, പ്രദേശം പോലെ നിങ്ങൾക്കിടയിൽ പവിത്രമായിരിക്കണം നിങ്ങളുടെ രക്തമെന്ന്. രക്തം എന്ന് പറഞ്ഞാൽ എന്താ? ജീവന്റെ പ്രതീക. അപ്പൊ നിങ്ങളുടെ ജീവൻ, അപ്പൊ ജീവനും ജീവിതവും രക്തവും പവിത്രമാണ്. ഒരു തുള്ളി ഈ ഭൂമിയിൽ അന്യായമായി ഒരുത്തൻ്റെത് വീണുകൂടാ. അത് മക്ക പോലെ പവിത്രമാണ്, ഹറഫ പോലെ പവിത്രമാണ്, ഹജ്ജ് പോലെ പവിത്രമാണ്, ഹജ്ജിന്റെ ദിനം പോലെ പവിത്രമാണെന്ന് അവിടെ വെച്ച് അറഫ മൈതാനിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പ്രസംഗിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊക്കെ മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഒരു വല്ലാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. 28 മനുഷ്യരെ, നിരപരാധികളായ, ഒന്നും അറിയാതെ എവിടുന്നൊക്കെയോ ജീവിതത്തിൽ ഇത്തിരി സന്തോഷവും സമാധാനവും തേടി വന്ന മനുഷ്യർ, പല ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ആ കൊലപാതകം അതിനിഷ്ഠൂരമാണ്. യാതൊരു തരത്തിലുള്ള ന്യായത്തിനും യാതൊരു തരത്തിലുള്ള ന്യായീകരണത്തിനും വക നൽകാത്ത, വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതാ. അപ്പൊ 28 തവണ ആവർത്തിച്ച് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കിയതിന് തുല്യമായ പാപം ആ നിഷ്ഠൂര കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിന് യാതൊരു തരത്തിലും മൗനമായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയുന്നവരല്ല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്നവർ.
പക്ഷേ ഇവിടെ നടക്കുന്നൊരു പ്രചാരണമുണ്ട്. ആ പ്രചാരണം എന്താണെന്നറിയോ? ഇസ്ലാമിക ഭീകരവാദമാണ്, ഇസ്ലാമിക തീവ്രവാദം എന്നൊരു പത്രം പോലും എഴുതിയിരിക്കുകയാണ്. ഒരു പത്രം എഡിറ്റോറിയൽ എഴുതി പ്രസിദ്ധീകരിച്ച പത്രങ്ങളും ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും കൂടി ഒന്നിച്ച് വന്നിരിക്കുക. എന്താണെന്നറിയോ? ഇസ്ലാമിക ഭീകരവാദമാണത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞിരിക്കുക, ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണ്. ഓരോരുത്തരുടെ ഉള്ളിലും ഇത് കിടക്കുന്നുണ്ട്. അവസരം കിട്ടിയ അവരൊക്കെ നിങ്ങളെ തട്ടുന്നു. അങ്ങനെ മനുഷ്യനെ കൊല്ലാൻ നടക്കലാണ് ഇവരെ പണി. അത് പുണ്യാണെന്നും അത് പവിത്രമാണെന്നും കരുതുന്നവരാണ് ഇവര്. ഇവരെ മുഴുവൻ ഇല്ലായ്മ ചോരപ്പുഴ ഒഴുക്കി കളയണം. അവസാനത്തെ ഒന്നിനെയും ഇങ്ങനെ കമന്റുകൾ വായിച്ച് തലകറങ്ങി പോകുന്നു നമുക്ക്. എന്താണെന്നറിയോ? ഇസ്ലാമിക ഭീകരവാദം. ഇസ്ലാമിന് അങ്ങനെ ഒരു ഭീകരവാദം ഉണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു തീവ്രവാദം ഉണ്ടോ? ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ പറഞ്ഞില്ല, ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ തോന്നിയാസങ്ങളും ഇസ്ലാമിന്റെ പേരിൽ അതും മുസ്ലിങ്ങളല്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു. IS ഇസ്ലാം അല്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ? IS എന്ന് പറഞ്ഞിട്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്, ദാഇഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം അറബ് ലോകത്ത് എവിടെ നിന്ന് വന്നു ആർക്കറിയില്ല, എവിടുന്ന് ആയുധം കിട്ടിയ ആർക്കറിയില്ല. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ കൂടുതൽ കൊന്നൊടുക്കിയത് മുസ്ലിങ്ങളെ. എന്നിട്ട് പരസ്യമായിട്ട് കുറച്ച് മുസ്ലിങ്ങളല്ലാത്ത കുറച്ച് ആളുകളെയൊക്കെ പിടിച്ചിട്ട് പരസ്യമായിട്ട് വധിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ചിട്ട് ആ പേരിൽ ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വളരെ വികൃതമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതും ഇസ്ലാമും തമ്മിലൊരു ബന്ധമല്ല. അതേ വർത്താനം നമ്മൾ ഇവിടെയും പറയും. പക്ഷെ ഇത് ഇസ്ലാമിന്റെ പേരിലേക്ക് ചേർത്ത് കെട്ടി പറയാം. എന്താണെന്നറിയോ? അതിന് അവർക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇതാരാണ് ചെയ്തത്? ഇപ്പൊ നമ്മളെ മിമ്പറിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇത് ആരാണ് ചെയ്തിരിക്കുന്നത്? വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പലരും വിശ്വസിച്ചിരിക്കുന്നു, ഇത് സ്പോൺസേഡ് പരിപാടിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അതിനിർണായകമായ ഒരു വല്ലാത്ത സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന 10-25 കോടി മനുഷ്യരുടെ സ്വത്തും മുതലും ഒക്കെ പിടിച്ചെടുക്കാനുള്ള നിയമം, വഖഫ് ഭേദഗതി. അപ്പൊ ആ വഖഫ് ഭേദഗതി ഉദ്ദേശിച്ച പോലെ മുമ്പോട്ട് പോകുന്നില്ല. കോടതി ഇടപെട്ടിട്ട് തടഞ്ഞു. അന്യായം, പാടില്ലെന്ന് പറഞ്ഞു തൽക്കാലം. പിന്നെ പഠിച്ചിട്ട് പറയാമെന്നോ, വിധി എന്ത് വരും നമുക്കറിയില്ല. മനസാക്ഷിക്ക് ഭൂരിപക്ഷ സമൂഹത്തിന്റെ തൃപ്തി മാനിച്ചുകൊണ്ട് എന്നൊക്കെ ബാബരി മസ്ജിദിന്റെ കാര്യത്തിലൊക്കെ വിധി വന്നതുപോലെ വരുമോ നമുക്കറിയില്ല. എന്നാലും പറഞ്ഞു, ഇപ്പൊ ചെയ്തതൊന്നും ശരിയല്ല. ഇവിടുത്തെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും മനുഷ്യത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരൊക്കെ പറഞ്ഞു ശരിയല്ല, അവരൊക്കെ മുസ്ലിങ്ങളുടെ കൂടെ നിന്നു, അന്യായമായ പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഒരു മഹാനായ എഴുത്തുകാരൻ ഉണ്ടായിരുന്നു നമുക്ക്, OV വിജയൻ, മരിച്ചുപോയി, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയോ? ഭരണകൂടം പ്രതിസന്ധിയിലാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധം പൊട്ടി പുറപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റു ചില സ്ഥലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സുഗമമായിട്ട് ജയിച്ചെടുക്കാൻ വേണ്ടി, ഇതിനു മുമ്പ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. പുൽവാമ ഉണ്ടായിട്ടുണ്ട്, മറ്റു പലതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പ്രതികൾ ഇന്ന് വരെയും പിടിക്കപ്പെട്ടിട്ടില്ല കേട്ടോ, കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പാർലമെന്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുത്തരിയായിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പൊ ഇതൊരു സ്പോൺസേഡ് പരിപാടിയായിട്ട് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും വെച്ച് കെട്ടി അതൊരവസരമായിട്ട് ഇപ്പറഞ്ഞ സാഹചര്യങ്ങൾ മറികടക്കാനും പുതിയ അവസരങ്ങൾ തുറന്നെടുക്കാനും വേണ്ടി ചെയ്ത പണിയായിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ടെന്ന്. എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നു വ്യക്തിപരമായി. അങ്ങനെ വിശ്വസിക്കുന്ന പലരുണ്ട്, അങ്ങനെ എഴുതിയ പലരുണ്ട്, അങ്ങനെ പറഞ്ഞ പലരുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. അതല്ല, ഇത് പാകിസ്ഥാനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയാണെങ്കിൽ അവരും ഇസ്ലാമും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്നതാണ്. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന തോന്നിയാസവും തെമ്മാടിത്തവുമാണ്. ഏതായിരുന്നാലും ശരി, ഇത്തരം സംഗതികളെ സർവാത്മന നമ്മൾ എതിർക്കുകയും നമ്മൾ വിമർശിക്കുകയും തള്ളിക്കളയുകയും നമ്മുടെ ആമർശവും നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രയാസവും ഈ സംഭവത്തിൽ നമ്മൾ രേഖപ്പെടുത്തുകയും നിരപരാധികളായ മനുഷ്യരോടൊപ്പം നമ്മൾ നിൽക്കുകയും ചെയ്യുന്നു. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ദീൻ എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞ മാനവത. ഒരു മനുഷ്യനെ കൊന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ, ഒരാൾക്ക് ജീവിതം കൊടുത്താൽ മുഴുവൻ മനുഷ്യർക്കും ജീവിതം കൊടുത്തതുപോലെ എന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ധാരണ, നമ്മുടെ ഇസ്ലാമിക തീവ്രവാദം, ഭീകരവാദം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മൾ ഒന്നാമതായിട്ട് സ്വന്തമായിട്ട് നമുക്ക് തിരിച്ചറിയാം. രണ്ടാമതൊരു കാര്യം കൂടി അതിൽ ഓർമ്മപ്പെടുത്താനുള്ളതാണെന്നറിയോ? ഒമ്പിച്ച ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വഴി നടക്കാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ നമുക്ക് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒന്നും തുറന്നു നോക്കാൻ പറ്റാത്ത വിധം ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് മറ്റു പലയിടത്തും നടന്നതുപോലെ ഒരു വലിയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കാം. ഇതിലൊന്നും തളർന്നു പോകരുത്, മാപ്പുസാക്ഷികളായി പോകരുത്.
ഭീരുക്കളായി പോകേണ്ടതില്ല. കാരണം എന്താ അറിയോ, ഇതൊക്കെ പ്രചാരണങ്ങളാണ്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ എന്താണെന്നും നമ്മുടെ നിലപാടെന്താണെന്നും നമ്മുടെ ആദർശം എന്താണെന്നും നമ്മുടെ വിശ്വാസം എന്താണെന്നും ഒക്കെ നമ്മൾ ഉറക്കെ പറയും. പക്ഷേ പ്രകോപിതരായിക്കൊണ്ടല്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രകോപിതരായിക്കൊണ്ടല്ല, നമ്മുടെ സംസ്കാരവും നമ്മുടെ മാന്യതയും വിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളുമല്ല. ധീരമായി നിൽക്കുക, ധീരമായി മുന്നോട്ട് പോവുക. അങ്ങനെ ഇപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഒരിക്കൽ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് നമ്മളെ അങ്ങോട്ട് പൊടിച്ചു മൂക്കിൽ വലിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിൽ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് തൻ്റെ ഇടത്തോടുകൂടി തന്നെ ജീവിക്കുക. ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ മറികടക്കും ഇൻഷാ അല്ലാഹ്. തൻ്റെ ഇടത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകാം. അപ്പം നമ്മുടെ ധാരണ, നമ്മുടെ വിശ്വാസം, നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ക്ലിയർ ആയിരിക്കുക എന്നതാണ്, പ്രകോപിതരാവാതിരിക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാവേണ്ട നിലപാട് എന്നാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കണം തമ്പുരാൻ. അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, ഞങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളെ നാഥ നീ പരാജയപ്പെടുത്തണേ തമ്പുരാൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആദർശവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ മാർഗത്തിൽ ജീവിക്കാൻ, അങ്ങനെ മരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ. ദീർഘായുസ്സ് നൽകണേ നാഥ. ആരോഗ്യം നൽകണേ തമ്പുരാൻ. മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാൻ. രോഗങ്ങൾക്ക് ശിഫയേകണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. വേദനയ്ക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ, മർഹമത്ത് നൽകണേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.